ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പഴം വരട്ടിയതാണ് കേട്ടോ. ഞാൻ പഴം വരട്ടിയത് എപ്പോഴും നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു പഴം വരട്ടിയതാണ്. ഇപ്പോൾ ഓണൊക്കെ കാരണം നമ്മുടെ വീട്ടിൽ ചെറുപഴം അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒക്കെ ഉണ്ടാവും. ഏകദേശം പഴുപ്പ് കൂടി കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ഉപയോഗിക്കാണ്ട് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞേക്കാളും നല്ലത് ഇതുപോലെ വല്ല എന്താണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേട് കൂടാണ്ട് അതവിടെ ഇരുന്നോളും. കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്ര പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് പഴം വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പഴം വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പഴം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ പഴം എല്ലാതും ഞാൻ നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ശർക്കര ഉരുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഈ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷർമെൻ്റ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കര നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുക്കിയെടുക്കാനായിട്ട് നോക്കാം. ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പഴം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പഴങ്ങളെല്ലാം കഷ്ണങ്ങളാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴക്കഷ്ണങ്ങൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴക്കഷ്ണങ്ങളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പഴത്തിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണില്ല, വെള്ളം ഒഴിക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ പഴം വരട്ടാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ അരച്ച് കൊടുക്കുക കേട്ടോ. പഴം ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് 1-2 വട്ടം കറക്കുക. അത് കഴിഞ്ഞ് ടീസ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് എങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാർ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് ഓഫ് ചെയ്യുക. മൂടി തുറന്നിട്ട് ടീസ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം മൂടി തുറന്നപ്പോൾ പഴം ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ആ പഴത്തിന് നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി വീണ്ടും ഇത് അടച്ച് വെച്ച് നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. അപ്പോൾ വീണ്ടും ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മൂടി തുറന്നിട്ട് വീണ്ടും ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേരത്തെ ആക്കിയേക്കാളും പഴം ഒന്നും കൂടി അരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആയിട്ടുണ്ട്. എന്നാലും ചെറിയ കഷ്ണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ വേണം അരച്ചെടുക്കാം കേട്ടോ. വീണ്ടും മൂടി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ. ഇനിയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പഴം എല്ലാതും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിലേക്ക് ഞാൻ 10 ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ ഏലക്കായ നല്ലപോലെ പൊടിയാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പഴം വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, പഞ്ചസാര എടുക്കാം.
അപ്പോൾ ഈ ടൈമിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണവർ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ശർക്കര ഉരുക്കി വെച്ചതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ പഴ അരച്ചയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പഴക്കഷ്ണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, അത് വറ്റുമ്പോൾ കറക്റ്റായി വന്നോളും. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടുകയാണെങ്കിൽ ടെൻഷനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ അരിക്കുന്നുണ്ട്. എങ്ങാനും ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലെങ്ങാനും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു വയ്ക്കുന്നത്. പഞ്ചസാര ആകുമ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ശർക്കര ആണെങ്കിലും ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഉരുക്കി വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കണക്കിന് ഇത്ര 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എങ്ങാനും ശർക്കരയിൽ വില കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു മധുരത്തിൻ്റെ ഡിഫറൻസ് വരികയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അത് ബാലൻസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ശർക്കര ഉരുക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കാം. ഞാനിപ്പോൾ ഈ പഴം വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തിളയ്ക്കണ വരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ചതിന് ശേഷമാണ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ വല്ല ഉരുളിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കറക്റ്റ് ഇത് ഒഴിച്ചു കൊടുത്താലും ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് അടിയെ പിടിക്കും. അപ്പോൾ അതിലിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ഇപ്പം തൊട്ടേ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തിളയ്ക്കണ വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കണം. അപ്പോൾ പഴം വരട്ടി ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പഴം നല്ലപോലെ വിരുകി വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ എങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി 2 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ വെച്ചിട്ടതിന് ശേഷമൊക്കെ ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ പെട്ടെന്നായി കിട്ടാൻ ഹൈ ഫ്ലെയിമാണ് നല്ലത്. അതുപോലെ ഇതിങ്ങനെ കിടന്നാൽ തിളയ്ക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല, കൈമയ്ക്കൊന്നും പൊട്ടിത്തെറിക്കില്ല. അത് നമ്മൾ വെള്ളം ഒഴിക്കണില്ലല്ലോ, വെള്ളം ഒഴിക്കാണ്ടല്ല പഴം അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞ പോലെ കൈമയ്ക്ക് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ശർക്കരയിലേക്ക് ആ ശർക്കര പാനി ഉണ്ടാക്കാനുള്ള വെള്ളം മാത്രമാണ്, 1 കപ്പ് വെള്ളം മാത്രമല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പരമാവധി ഇതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വായി കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ കൈമയ്ക്ക് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയൊരു ഗുണം തന്നെയാണ്. നമ്മൾ ചക്കവരട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈമയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കും, കാരണം ഓൾറെഡി ചക്കയിലേ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം പരമാവധി ഒഴിക്കാണ്ട്, ഇപ്പം ഞാൻ തുണ്ട് പോലും ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പെട്ടെന്ന് ആയി കിട്ടും. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പോലെ ടൈറ്റ് വരില്ലേ, ആ ടൈറ്റ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നെയ്യോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് തീരെ നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യൊക്കെ നല്ല ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കുമ്പോൾ മുറുക്കം വരും, നല്ലപോലെ മുറുക്കം വരുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പഴം വരട്ടിയതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ മഞ്ഞ കളറാണെന്നില്ല, ഇപ്പോൾ കുറച്ച് ഡാർക്ക്നെസ് കയറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, മുറുക്കം വരുന്ന സമയങ്ങൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാലോ കുറച്ച് മുറുകണ സമയം എപ്പോഴാണ്. ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വീണ്ടും എന്നിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുക, അങ്ങനെ ആയി കിട്ടുക കേട്ടോ. അപ്പോൾ നേരത്തേക്കാളും ഒന്ന് കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് ആയി തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, മൊത്തമായിട്ടായിട്ടില്ല, ചെറുതായിട്ടൊന്നും ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇത് ഉരുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പഴം വരട്ടിയതായിട്ടുണ്ട്. കണ്ടില്ലേ, ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ പിടിക്കണമെന്നില്ല, നല്ലപോലെ എന്താ പറയുക വിരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമിങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പഴം വരട്ടിയത് പകർത്തി കൊടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ വരട്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം വരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലെ ഈ പാത്രത്തിൽ പിന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇല വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെളിച്ചെണ്ണയിൽ മുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു. അത് കഴിഞ്ഞ ടീസ്പൂണിൽ ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ഷേപ്പിന് തന്നെ ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്ത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളത് അടുത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയതായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വരട്ടിയതാണ്. വരട്ടിയതെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു ഹൽവ മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് മധുരത്തിലൊക്കെ മാറ്റം വരുത്തുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടന് അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ അത് ഈ പഴം വരട്ടിയത് ഞാൻ മുറിച്ചിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.